പെരുന്നാൾ ദിവസം രാവിലെ തന്നെ അടുക്കളയിൽ ഒരു യുദ്ധങ്ങളായിരിക്കും. പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് വരുന്നതിന് മുന്നേ തന്നെ പായസം റെഡി ആവണം, അതേപോലെ ബിരിയാണി ഒക്കെ റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു തിരക്കായിരിക്കല്ലോ എല്ലാ വീട്ടിലും അടുക്കളയിൽ. പ്രാവശ്യമൊക്കെ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ദമ്മിടാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ അത് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ പ്രാവശ്യത്തിനോണ്ട് തന്നെ ദമ്മിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പള്ളിയിൽ നിന്ന് നേരെ വന്നും കഴിഞ്ഞ് ബിരിയാണി ആയോ എന്ന് ചോദിച്ചിട്ടാണ് ഇവിടെ കയറി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആളെ കൊണ്ട് തന്നെ ദമ്മിടിപ്പിച്ച് ഞാൻ വേഗം പോയി കുളി പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് അടിക്കുന്ന സമയമായപ്പോൾ നമ്മൾ ബിരിയാണി ഒക്കെ ഒന്ന് നല്ലോണം ദമ്മൊക്കെ പൊട്ടിച്ച് ഫുഡ് കഴിച്ച് വയറൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു റാഷിയാക്കിന്റെ വീട്ടിലേക്കാണ് കേട്ടോ. നമ്മൾ പെരുന്നാളിന് ആദ്യം പോലെ അങ്ങോട്ടേക്കാണ്. അപ്പൊ എന്റെ ആവശ്യം പോലെ പെരുന്നാൾ ഡ്രസ്സ് ഇതാണ് കേട്ടോ. റാഷിയാക്ക് ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം തുണി അതേപോലെ ഷർട്ടും ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും ടീഷർട്ട് ആണല്ലോ എടുക്കല. അപ്പൊ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചതാണ്. ഇവിടെ ഒരാൾ വീഡിയോ എടുക്കുന്ന കണ്ട എന്തെങ്കിലുമൊക്കെ ഒരു കോപ്രായം കാണിച്ചോളൂ കേട്ടോ. ഒന്ന് പുതിയ ഡ്രസ്സ് ഇട്ടതിന്റെ പൊലിവാണ് ഇന്ന് 36 മുഖത്തുള്ളത്. അങ്ങനെ ഞങ്ങൾ കാക്കന്റെ വീട്ടിലെത്തിയിട്ടോ. നമ്മൾ അവിടുന്ന് അതിന് ഐഷമ്മക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചില്ല. അവിടുന്ന് നേരെ പോകുന്നത് എന്റെ വീട്ടിലേക്കാണ്. അപ്പൊ അവിടുന്ന് വേഗം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം. അപ്പൊ എല്ലാവരുടെ പെരുന്നാൾ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.